ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോനകത്ത് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്ന കോർപ്പറേറ്റ് ഫിനാൻസിനകത്തെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ വെൻ ഇറ്റ് കംസ് ടു ബഡ്ജറ്ററി കൺട്രോൾ, നമ്മൾ ആദ്യം അതിനെ പറ്റിയിട്ടുള്ള മീനിങ് പിന്നെ ഒബ്ജക്റ്റീവ്സും പറഞ്ഞിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, പിന്നെ അതിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും നോക്കാം. ഇത് തേർഡ് മോഡ്യൂളാണ്, കോർപ്പറേറ്റ് ഫിനാൻസിലെ തേർഡ് മോഡ്യൂളാണ്. BBLLB കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ഇത് വരുന്നത്. സോ ആദ്യം എന്താണ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നുണ്ട്. ബഡ്ജറ്ററി കൺട്രോൾ ആ വാക്ക് തന്നെ അറിയാലോ, നമ്മൾ ഓർഗനൈസേഷണൽ ഡൈനാമിക്സിലും ഒക്കെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ബഡ്ജറ്റ്സ് ആർ പ്രിപ്പയർഡ് ഫോർ ദ ഫ്യൂച്ചർ പീരീഡ് ആൻഡ് ആർ കമ്പയർഡ് വിത്ത് ദി ആക്ച്വൽ പെർഫോമൻസ് ഫോർ ഫൈൻഡിങ് ഔട്ട് വേരിയൻസസ് ഇഫ് എനി. അതായത് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ പീരീഡിലേക്ക് ബഡ്ജറ്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് അത് ആക്ച്വൽ പെർഫോമൻസ് ആയിട്ട് കമ്പയർ ചെയ്തിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും വേരിയൻസ് ചേഞ്ചസ് ഉണ്ടോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. സോ സിമ്പിളായിട്ട് നമുക്ക് എന്തെന്ന് പറയാം, ബഡ്ജറ്ററി കൺട്രോൾ മീൻസ് ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ബഡ്ജറ്റ്സ് ആർ പ്രിപ്പയർഡ് ഫോർ ഫ്യൂച്ചർ പീരീഡ്. എങ്ങനെയാണ്? ബൈ കമ്പയറിങ് ഇറ്റ് വിത്ത് ദി ആക്ച്വൽ പെർഫോമൻസസ് ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് വേരിയൻസസ് ഇഫ് എനി. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതേപോലെ തന്നെ ഇത് പ്ലാനിങ്, കോർഡിനേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീൻസാണ്. അതേപോലെ തന്നെ ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എൻഡ് റിസൾട്ടായിട്ടാണ് പറയുന്നത്. ഇനി അക്കോർഡിംഗ് ടു വെൽഷ്, ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത് ദ യൂസ് ഓഫ് ബഡ്ജറ്റ്സ് ആൻഡ് ബഡ്ജറ്റിംഗ് റിപ്പോർട്ട്സ് ത്രൂ ഔട്ട് ദ പീരീഡ് ടു കോർഡിനേറ്റ്, ഇവാലുവേറ്റ് ആൻഡ് കൺട്രോൾ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഗോൾസ് സ്പെസിഫൈഡ് ബൈ ദ ബഡ്ജറ്റ്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താണ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞു അല്ലേ. ഇനി ഈ ബഡ്ജറ്ററി കൺട്രോളിൽ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളായിട്ട് ജസ്റ്റ് വെറുതെ പോയിൻറ്റ്സ് പോലെ പറയുന്നുണ്ട്. എസ്റ്റാബ്ലിഷിംഗ് എ പ്ലാൻ ആൻഡ് ടാർഗറ്റ്, റെക്കോർഡിംഗ് ദി ആക്ച്വൽ പെർഫോമൻസ്, കണ്ടിന്യൂസ് കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ്, അസർടൈൻമെൻറ്റ് ഓഫ് വേരിയൻസസ്, ടേക്കിംഗ് റെമഡിയൽ ആക്ഷൻ. അത് നമ്മൾ അത്ര നോക്കുന്നില്ല, നമ്മൾ ഒബ്ജക്ട്സിലോട്ടാണ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം പറയുന്ന ബഡ്ജറ്ററി കൺട്രോളിന് കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഫസ്റ്റ് ഒബ്ജക്റ്റീവാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്, ദാറ്റ് ഈസ് പ്ലാനിങ്. പ്ലാനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ബഡ്ജറ്റ്സ് ആർ ദ പ്ലാൻസ് ടു ബി പെർസ്യൂഡ് ഡ്യൂറിങ് ദ ഡിസൈൻ പീരീഡ് ഓഫ് ടൈം ടു അറ്റൈൻ സർട്ടൻ ഒബ്ജക്ട്സ് ഇൻ ദി ഓർഗനൈസേഷൻ. ബഡ്ജറ്റ്സ് എന്ന് പറയുന്നത് ബേസിക്കലി പ്ലാൻസ് ആണ്. അതായത് അടുത്ത കൊല്ലം ഇങ്ങനെ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ആ ഒരു പ്ലാൻസ് ആണ്, ഒരു സർട്ടൻ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകളാണ് ബഡ്ജറ്റ്. സോ ഓഫ് കോഴ്സ് അവിടെ എന്ത് വേണം, നമുക്കറിയാം മാനേജറിയൽ ഫങ്ഷൻസ് ഉണ്ട്, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. സോ നമ്മൾ ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത് മാനേജീരിയൽ ആയിട്ടുള്ള മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ വൃത്തിക്ക് നടക്കാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും. സോ അവിടെ പ്ലാനിങ് ആവശ്യമാണ്. സോ ബഡ്ജറ്ററി കൺട്രോൾ ഒരു പ്ലാനിങ്ങിന് നമ്മൾ ഹെൽപ്പ് ചെയ്യും. പ്ലാൻസ് ആണ് ആക്ച്വലി ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ആണ് കൺട്രോൾ. ബഡ്ജറ്ററി കൺട്രോൾ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് മാനേജറിയൽ കൺട്രോൾ ഇൻ എനി എൻ്റർപ്രൈസ്. ബഡ്ജറ്ററി കൺട്രോൾ ഹെൽപ്സ് ഇൻ കമ്പയറിംഗ് ദ പെർഫോമൻസ് ഓഫ് വേരിയസ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് വിത്ത് ദ പ്രീ ഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ്സ് ലേഡ് ഡൗൺ ഇൻ വേരിയസ് ബഡ്ജറ്റ്സ്. പല ബഡ്ജറ്റ്സിലും വേരിയസ് സ്റ്റാൻഡേർഡ്സ് ഓൾറെഡി ഉണ്ടായിരിക്കും. അത് പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള വേരിയസ് സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും പെർഫോമൻസ് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും, ബഡ്ജറ്ററി കൺട്രോൾ ഹെൽപ്പ് ചെയ്യും. അതാണ് അവിടെ ഒരു കൺട്രോൾ ഉണ്ട്, അതാണ് കൺട്രോൾ. മൂന്നാമത് വരുന്നതാണ് അവിടെ ബേസിക്കലി കോർഡിനേഷൻ. കോർഡിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ ഒരു പാർട്ടിസിപ്പേഷൻ വേണം. സോ ഒരു എഫക്റ്റീവായിട്ടുള്ള കോർഡിനേഷൻ അമംഗ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് വേണം കമ്പനിയുടെ. അങ്ങനെയാണ് ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കാൻ തന്നെ പറ്റുള്ളൂ. അപ്പോൾ ഓഫ് കോഴ്സ് എന്ത് വേണം, കോർഡിനേഷൻ വേണം. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, പ്ലാനിങ്, കൺട്രോൾ, കോർഡിനേഷൻ. നാലാമത്തെ പറയുന്നത് ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി. ബേസിക്കലി ഈ ഒരു ബഡ്ജറ്ററി നമ്മളൊരു ബഡ്ജറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രൊഡക്ഷൻ്റെ സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ, സെയിൽസ്, കോസ്റ്റ് എല്ലാതും, അതായത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് അതിൻ്റെ മെയിനായിട്ട് എന്താ, മാക്സിമം ഈ എല്ലാ ഫാക്ടേഴ്സും നോക്കിയിട്ട് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ലൈക്ക് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം ലേബർ, മെഷീൻ, മെറ്റീരിയൽ, മെത്തേഡ്, മണി എന്നൊക്കെയുള്ള സാധനങ്ങൾ. സോ ഇൻക്രീസ്
ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി അവിടെ വരുന്നത്, അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി എന്ന് പറയുന്നത് ബഡ്ജറ്ററി കൺട്രോളിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ഫൈനൽ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് ഫിനാൻഷ്യൽ പ്ലാനിങ്. നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതെന്താണ്, ഫിനാൻഷ്യൽ ടേംസ് ആണ് അല്ലേ. ഫിനാൻഷ്യൽ ടേംസ് ഇൻ ആൻ ഓർഗനൈസേഷൻ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ബഡ്ജറ്റ്. സോ ദേ പ്രൊവൈഡ് ദി എസ്റ്റിമേറ്റ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂസ് ഇൻ ദി ഓർഗനൈസേഷൻ ആൻഡ് ദിസ് ഹെൽപ്സ് ദി മാനേജ്മെൻറ്റ് ടു മേക്ക് ദ പ്ലാൻസ് അബൌട്ട് ദ ഫ്ലോ ഓഫ് ക്യാഷ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് വുഡ് നെവർ റൺ ഷോർട്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻ ദി ഓർഗനൈസേഷൻ. വർക്കിംഗ് ക്യാപിറ്റൽ ഒരിക്കലും ഷോർട്ട് ആവാതെ നോക്കണം അല്ലേ. അപ്പോൾ അതിനൊരു ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു പ്ലാനിങ് വേണം. ഏതാണ് ബഡ്ജറ്റിലെ ഫിനാൻഷ്യൽ പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ബേസിക്കലി വി ഡിസ്കസ്ഡ് അബൌട്ട് 5 മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ വിച്ച് ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ്, പ്ലാനിങ്, കൺട്രോൾ, കോർഡിനേഷൻ, പിന്നെ നമ്മൾ പറഞ്ഞത് ഫിനാൻഷ്യൽ പ്ലാനിങ്, പിന്നെ എഫക്റ്റീവായിട്ടുള്ള ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി. ഒന്നുകൂടി പറഞ്ഞു നോക്കിക്കോ, ഓർത്ത് നോക്കൂ. ഏതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ബഡ്ജറ്ററി കൺട്രോളിൻ്റെ? പ്ലാനിങ്, കൺട്രോൾ, coordination, increase in efficiency and financial planning. So these are all the 5 objectives of budgetary control. ഇനി ബഡ്ജറ്ററി കൺട്രോളിൻ്റെ ബെനിഫിറ്റ്സും ലിമിറ്റേഷൻസ് എന്താണ് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. അതിനകത്ത് പറയുന്നത് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് ഒരു മാനേജ്മെൻറ്റിൻ്റെ ടൂളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഓർഗനൈസേഷണൽ ആക്ടിവിറ്റീസിനെയും ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ പറയുന്നത് ബഡ്ജറ്റ്സ്, ഇത് ആക്ച്വലി നമുക്ക് കുറച്ച് നമ്മുടേതായിട്ടുള്ള വേർഡ്സിനെ തള്ളിയിട്ട് എഴുതാൻ പറ്റുന്ന ഏരിയയാണ്. എന്നിരുന്നാലും ജസ്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്യുകയാണെന്ന് മാത്രം. പിന്നെ ബഡ്ജറ്റ്സ് ഒരു സ്റ്റാൻഡേർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതായത് ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്തിട്ട്. സോ അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ പറയുന്നത് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത് ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചറിലേക്ക് എങ്ങനെയായിരിക്കണം നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളത്. സോ ഫിക്സ്ഡ് ടാർഗറ്റ്സ് ഫിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് ഇറ്റ് സെക്യൂർസ് ബെറ്റർ കോർഡിനേഷൻ എമംഗ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞല്ലോ, കോർഡിനേഷൻ വേണം, അത് തന്നെ. പിന്നെ പറയുന്നത് ബൈ പ്രൊമോട്ടിംഗ് കോസ്റ്റ് കോൺഷ്യസ്നെസ് എമംഗ് ദി എംപ്ലോയീസ് ബഡ്ജറ്ററി കൺട്രോൾ ബ്രിങ്സ് ഇൻ എഫിഷ്യൻസി ആൻഡ് ഇക്കോണമി. പിന്നെ പറയുന്നത് ബഡ്ജറ്ററി കൺട്രോൾ ഹെൽപ്സ് ഇൻ റിഡ്യൂസിങ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ബൈ എലിമിനേറ്റിംഗ് വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സ്. പിന്നെ ദി അൾട്ടിമേറ്റ് ഇഫക്റ്റ് ഓഫ് ബഡ്ജറ്റിംഗ് ഈസ് ദ തറോ എക്സാമിനേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ബിസിനസ് എൻ്റർപ്രൈസിലെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആസ്പെക്റ്റുകളെല്ലാം തറോ ആയിട്ട് എക്സാമിൻ ചെയ്യും, പാസ്റ്റ് എല്ലാ കാര്യങ്ങളും. അങ്ങനെ ഒരു അൾട്ടിമേറ്റ് എഫക്റ്റ് അതിനകത്ത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ബഡ്ജറ്ററി കൺട്രോൾ ഇൻ ദി ഓർഗനൈസേഷൻ ഫെസിലിറ്റീസ് control by exception, which means it helps in focusing time and effort of the managers upon areas which are most important for the survival of the organization. പിന്നെ ഒരു സെൻട്രലൈസ്ഡ് കൺട്രോൾ വിത്ത് ഡീസെൻട്രലൈസ്ഡ് ആക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യും ബഡ്ജറ്ററി കൺട്രോൾ, ഫെസിലിറ്റേറ്റ് ചെയ്യും. പിന്നെ ഒരു എല്ലാതും പ്ലാൻഡ് ആയതുകൊണ്ട് തന്നെ ബിസിനസ് എൻ്റർപ്രൈസ് സ്മൂത്ത് റണ്ണിങ്ങിന് സ്മൂത്തായിട്ട് റൺ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. സോ ഇത്രയുമാണ് ഓവറോളായിട്ട് അഡ്വാൻറ്റേജസിനകത്ത് പറയുന്നത്. ഇനി നമ്മൾ ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസിൽ വരുന്ന സമയത്ത് ഒരു റിജിഡാണ്, അതായത് ഫ്ലെക്സിബിൾ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇതൊരു അസംഷനാണ്, മേ ബി അതങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ മേ ബി അതല്ലായിരിക്കാം. പിന്നെ ബഡ്ജറ്റ് ആക്യുറേറ്റായിട്ട് ഒരിക്കലും നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഇൻഫ്ലേഷനൊക്കെ അനുസരിച്ച് ബഡ്ജറ്റിന് ചേഞ്ചസ് വരാം. പിന്നെ ഹെവി എക്സ്പെൻഡിച്ചർ ആയിരിക്കും. മേ ബി ഇതൊരു സ്മോൾ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇത് നമ്മൾ പറഞ്ഞതുപോലെ ഫ്യൂച്ചറിലേക്കുള്ളത് കൊണ്ട് തന്നെ ഇതൊരു അൺസർട്ടൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇത് ബഡ്ജറ്റിൽ ഇങ്ങനെയാണ്, അപ്പം നമ്മൾ ഊഹാപോഹമാണ്, അപ്പം മേ ബി അത് നടക്കാം. സോ അതെന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത് കുറേ ടൈം വേണം, മണി, എഫേർട്ട്, അതൊക്കെ പോവും. റിക്വയേഴ്സ് എക്സ്പെൻഡിച്ചർ ഓഫ് ടൈം, മണി ആൻഡ് എഫേർട്ട്. പിന്നെ ഇതൊരു മാനേജ്മെൻറ്റ് ടൂള് മാത്രമാണ്. ഒരിക്കലും മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷനും കാര്യങ്ങളും റീപ്ലേസ് ചെയ്യാനായിട്ട് ഇതിന് പറ്റില്ല. പിന്നെ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഇത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് മര്യാദയ്ക്ക് നടക്കുള്ളൂ. അങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു അട്ടർ ഫ്ലോപ്പായിരിക്കും. സോ ഇത്രയുമാണ് ബഡ്ജറ്ററി കൺട്രോളിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി എസെൻഷ്യൽസ് ഓഫ് എഫക്റ്റീവ് ബഡ്ജറ്ററി കൺട്രോൾ.
ഇനി നമ്മൾ പറയുന്നത് ഈ ഒരു ബഡ്ജറ്ററി കൺട്രോളിൻ്റെ എസെൻഷ്യൽസ് ആണ്. സോ ബേസിക്കലി 5 എസെൻഷ്യൽസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഒന്നാമത്തെ ക്വിക്ക് റിപ്പോർട്ടിംഗ് ആണ്. അതിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എ ഗുഡ് സിസ്റ്റം ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ ഇൻ ദി ഓർഗനൈസേഷൻ റിക്വയർസ് ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സച്ച് പ്രൊസീജിയേഴ്സ് വിച്ച് വിൽ പ്രൊവൈഡ് റിപ്പോർട്ട്സ് ഓൺ ദ പെർഫോമൻസ് ഓഫ് വേരിയസ് ഓപ്പറേഷൻസ്. അതായത് ഒരു നല്ല ബഡ്ജറ്ററി കൺട്രോൾ ആണ് എന്നുണ്ടെങ്കിൽ ബേസിക്കായിട്ടും അതിൽ പ്രൊസീജിയേഴ്സ്, അതായത് ലൈക്ക് വേരിയസ് ഓപ്പറേഷൻസ് സ്മൂത്തായിട്ട് പോകുന്ന പ്രൊസീജിയേഴ്സും കാര്യങ്ങളും അതിനകത്തുണ്ടായിരിക്കും. ആവശ്യമാണ് അത് കൺസിഡർ ചെയ്യേണ്ടത്. സോ ക്വിക്കായിട്ട് അത് റിപ്പോർട്ട് ചെയ്യും. സോ ദ റിപ്പോർട്ട്സ് ഷുഡ് റീച്ച് ദ പേഴ്സൺസ് കൺസേൺ വിത്ത് ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ബഡ്ജറ്റ്സ്. അതായത് ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ അത്തരം വ്യക്തികളിലോട്ട് അത് എത്തണം. എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ട് അവരവർക്ക് കൺസേൺ ചെയ്യുന്ന പേഴ്സൺസിന് അത് എത്തണം വിത്തൗട്ട് എനി ഡിലേ, സോ ദാറ്റ് ക്വിക്ക് ആക്ഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് ക്വിക്ക് റിപ്പോർട്ടിംഗ് ആവശ്യമാണ് ബഡ്ജറ്റിൽ. പിന്നെ രണ്ടാമത് പറയുന്നത് ഡീറ്റെയിൽഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അതിൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ആയിരിക്കണം. അത് പ്രിസൈസ്ലി ഡിസൈൻഡ് അതോറിറ്റീസ് അതിലുണ്ടായിരിക്കണം, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, സോ ദാറ്റ് എവറിബഡി ഇൻ ദി ഓർഗനൈസേഷൻ അണ്ടർസ്റ്റാൻഡ്സ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഒബ്ജക്ട്സ് ഇൻ ഡീറ്റെയിൽ. സോ സെക്കൻഡ് വൺ ഈസ് ഡീറ്റെയിൽഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. മൂന്നാമത്തെ ഫ്രീക്വൻറ്റ് കമ്പാരിസൺ. അതുകൊണ്ട് പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബഡ്ജറ്റ് എസ്റ്റിമേറ്റും അതേപോലെ തന്നെ ആക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും എസ്റ്റിമേറ്റ് അതുണ്ടല്ലോ, അത് രണ്ടും കമ്പാരിസൺ ഫ്രീക്വൻ്റ് ആയിട്ടും എപ്പോഴും നടത്തിയിരിക്കണം. അതുമാത്രമല്ല കെയർഫുള്ളായിട്ടുള്ള അനാലിസിസോടെയാണ് അത് ചെയ്യേണ്ടത്. പിന്നെ പറയുന്നത് ഡെഫിനിറ്റ് പ്ലാൻ. അതായത് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള പ്ലാൻ വേണം. എല്ലാ ഓപ്പറേഷൻസും വളരെ ക്ലിയർ ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം നടത്താനായിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് പ്രോപ്പറായിട്ട് അത് പോവുള്ളൂ. സോ അതാണ് ഡെഫിനിറ്റ് പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് എസെൻഷ്യൽ എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി മാച്ച്ഡ് ബൈ ദി അതോറിറ്റി. അതായത് ബഡ്ജറ്റ് ദോസ് അസൈൻഡ് വിത്ത് ദ റെസ്പോൺസിബിലിറ്റി ടു ഇംപ്ലിമെൻറ്റ് ദ ബഡ്ജറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് അവർക്കും ഒരു നെസസറി അതോറിറ്റി കൊടുത്തിരിക്കണം. അപ്പോൾ അങ്ങനെ റെസ്പോൺസിബിലിറ്റി മാച്ച്ഡ് ബൈ ദി അതോറിറ്റി, അതാണ് ലാസ്റ്റ് പോയിന്റ്. സോ ഫോർ എ പ്രോപ്പർ വർക്കിംഗ് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഓഫ് എ ബഡ്ജറ്ററി കൺട്രോൾ സം എസെൻഷ്യൽസ് ആർ ദർ, വിച്ച് ഏതൊക്കെയാണത്? ക്വിക്ക് റിപ്പോർട്ടിംഗ്, ഡീറ്റെയിൽഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഫ്രീക്വൻറ്റ് കമ്പാരിസൺ, ഡെഫിനിറ്റ് പ്ലാൻ, റെസ്പോൺസിബിലിറ്റി മാച്ച്ഡ് ബൈ ദി അതോറിറ്റി. ക്വിക്ക് റിപ്പോർട്ടിംഗ്, ഡീറ്റെയിൽഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഡെഫിനിറ്റ് പ്ലാൻ, ഫ്രീക്വൻറ്റ് കമ്പാരിസൺ, റെസ്പോൺസിബിലിറ്റി മാച്ച്ഡ് ബൈ ദി അതോറിറ്റി. സോ ഇത്രയുമാണ് എസെൻഷ്യൽസ് ഓഫ് ഇഫക്റ്റീവ് ബഡ്ജറ്ററി കൺട്രോൾ. സോ നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് ബഡ്ജറ്ററി കൺട്രോൾ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ജസ്റ്റ് പറഞ്ഞു, ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, അഡ്വാൻറ്റേജസ് പറഞ്ഞു, ലിമിറ്റേഷൻസ് പറഞ്ഞു, പിന്നെ ഫൈനലി എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ പറഞ്ഞു. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇതിനെ പറ്റി ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒരു നല്ലൊരു അവയർനെസ് ലൈക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ ക്ലാസ്സസോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. So please do like, share and subscribe. Thank you.